ശരണ്യ അല്ലേ ഇന്നും അപ്പാണ്. ആഹാ ഇതേ കണ്ടാ കൂട്ടുകാരെ, ഇന്നും അപ്പം. ഞായറാഴ്ചയായിട്ട് നല്ല അടിപൊളി അപ്പവും ചിക്കൻ കറി. ഓ, അമ്മ ചിക്കൻ കറി വെക്കുന്നു, മകൾ അപ്പം ചുടുന്നു അല്ലേ? ആ, കൂട്ടുകാർക്ക് ഹായ് കൊടുത്തില്ല. അമ്മ ചിക്കൻ കറി വെക്കണ വീഡിയോ കാണിച്ചു തരാൻ കണ്ടതേ. ചിക്കൻ കറി ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇരുട്ടാണ് അവിടെ, അത് കാരണമാണ് വീഡിയോ. അതെ, ചുമ വരാൻ പോകും. അത് വരട്ടെ. അപ്പൊ ഇനി ഈ അപ്പമൊക്കെ ചുട്ടിട്ടൊക്കെ കാണിക്കാം അല്ലേ? അപ്പം കൂട്ടുകാരോർക്ക് ഇവർക്ക് എപ്പോഴും ഈ അപ്പത്തിൻ്റെ പരിപാടിയേ ഉള്ളതെന്നൊക്കെ ഓർക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടാ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ആഴ്ച 1-2 നടക്കും അല്ലേ? ഇതെടുത്തേ. അപ്പം കണ്ട അടിപൊളി അപ്പം. ആഹാ സൂപ്പർ. അപ്പത്തിൻ്റെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ, മാവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതെ, എല്ലാവർക്കും ഇതെന്താ 4 പേരുള്ള ഇത്തരം പാത്രത്തിൽ ഇത്തരം മാവ്. പക്ഷെ ഇന്ന് ഇതിലാകുമ്പോൾ അടച്ചു വെക്കാൻ പറ്റും. ഈ ചട്ടി നല്ല ചട്ടി ആയതുകൊണ്ടല്ലേ. അമ്മ എവിടം വരെ അമ്മയുടെ ചിക്കൻ കറി? എവിടം വരെ? ആ, അമ്മ ഹായ് പറഞ്ഞില്ല. അപ്പൊ ഹായ് മക്കളെ പറഞ്ഞത് കാണിച്ചില്ല. അപ്പൊ അങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് കാണിച്ചു തരാം. കണ്ട അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം റെഡിയായി. തണുത്താ മതി അല്ലേ? എന്താ കൂട്ടുകാരെ? അപ്പൊ അങ്ങനെ, കാരണം ഇതെന്താണെന്ന് ചോദിച്ചെന്നാ, ഇതൊരു നമ്മുടെ പണി ലാഭിക്കാൻ വേണ്ടിയാണ് ഇന്ന് ചിക്കൻ കറി വെച്ചത്. കാരണം ഒന്നിച്ച് വെച്ച്, കാരണം ഇവിടെ ഈ പാക്കിംഗ് തിരക്കുള്ളത് കൊണ്ട് രാവിലെ അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ ആകുമ്പോൾ ഇനി ഉച്ചക്കും ഇത് തന്നെ. ഇതാണ് ഇത് മേടിക്കാൻ കാരണം. അപ്പം നമുക്കിത് ഇനി കഴിക്കണ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അതെ, നമ്മുടെ രാവിലെ തന്നെ ചിപ്സ് പാക്കിങ്ങിൻ്റെ തിരക്കിലുമാണ് കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങളിതേ കാപ്പി കുടിക്കാൻ പോണ്, രാവിലത്തെ അല്ലേ അപ്പവും ചിക്കൻ കറി. അപ്പം നമ്മുടെ അച്ഛനെ കാണിച്ചില്ല. ഇനി ഒരു ഹായ് കൊടുത്തേ അച്ഛ. തിരക്കിലാണല്ലേ? അച്ഛന് ചിക്കനേ ഇഷ്ടമല്ല. കണ്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും അപ്പമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ശരണ്യ എടുത്താ? ആ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ചായ കുടി. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് രാവിലത്തെ വീഡിയോ. അതെ, ചിപ്സും ചക്കര വീട്ടിയാണ് എല്ലാവർക്കും ആവശ്യം. അപ്പൊ അത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെ, അത് കാരണം ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതിന്റെ ഇടക്കാണ് നമ്മൾ ചെറുതാണെങ്കിലും ചെറിയ വീഡിയോ കണ്ടെത്തി ചെയ്യുന്ന ഷിജുവിന്റെ ഒരു കഴിവുകൊണ്ടാണ്. ഞങ്ങൾ മാത്രമല്ല, കാര്യം ഇപ്പൊ തിരക്കുള്ളതുകൊണ്ടാണ്. അതെ, ഇപ്പൊ അത് കാരണം ശരണ്യയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കുറെ വരുന്നതാണ്. അതെ, അപ്പൊ നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ ഓണം എവിടം വരെ ആയി? ഓണക്കോടിയൊക്കെ എല്ലാരും എടുക്കാൻ പോയോ? അതെ, എവിടാ വെറുതെ കേട്ടാ ഞങ്ങക്ക് നമ്മള്
പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണം പർച്ചേസ് തുണി എടുക്കണ വീഡിയോ ഒക്കെ കാണിച്ചു. പക്ഷെ ഇത്തവണ ഞങ്ങള് കൊച്ചിന്റെ ചടങ്ങ് കഴിഞ്ഞ മാസം അറിയാലോ, രുക്മിണി സ്വയംവരത്തിന്റെ ചടങ്ങ്. അപ്പൊ അന്ന് എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. ഒരു മാസം ആകണതേ ഉള്ളു. അപ്പൊ അത് കാരണം ഇത്തവണ പിന്നെ അല്ലാതെ പ്രത്യേകിച്ച് എല്ലാരും കൂടി ഒരു പർച്ചേസിങ്. പിന്നെ എല്ലാരും കൂടെ ഇല്ല, ശരണ്യൊക്കെ എന്തായാലും എപ്പ ശരണ്യ ഓണത്തിനെടുക്കും. ശരണ്യ ഞങ്ങളുടെ കൊച്ചാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മരുമകളായിട്ടല്ല, ഞങ്ങളുടെ കൊച്ച് ഞങ്ങളുടെ വീട്ടിൽ അത് എത്ര എടുത്താലും എപ്പ എടുത്താലും ഓണ ഡ്രസ് എടുത്തിരിക്കും. നമ്മള് സാമ്പത്തികമല്ല ശരണ്യനെ കാണുന്നത്. അതെ, അതാണ് ഏറ്റവും വലുത്. ശരണ്യ കേൾക്കണുണ്ടാ. അല്ല അങ്ങനെയല്ല, നമ്മള് പിന്നെ ഇത് കാര്യങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ട് ശരണ്യൊക്കെ ഡ്രസ് എന്താണെങ്കിലും ശരണ്യയുടെ ഇഷ്ടമുള്ള ഡ്രസ് എടുത്ത് കൊടുക്കുക. എന്താന്ന് വെച്ചാൽ ശരണ്യയുടെ മനസ്സിൽ തെളിയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തെളിയും. എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല, എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ശരണ്യക്ക് അറിയാം 100%. ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഓണം അല്ലേലും എപ്പോഴും ശരണ്യൊക്കെ എടുക്കും. പിന്നെ അത് വിഷുവിന് മാത്രമല്ല, ശരണ്യക്ക് ചിലപ്പോ ഇടക്ക് വീട്ടിലിടാനാണെങ്കിലും എടുക്കും. പിന്നെ കൂടാതെ ഓരോ അതെ, ഇനിയിപ്പൊ ബർത്ത്ഡേ വരുമ്പോഴും അല്ലാതെ ഒക്കെ ഇതാണ്. പിന്നെ സെയില് പോകുമ്പോ നല്ല ഡ്രസ് വല്ല കടയിലും എടുത്തോണ്ട് വരും. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ. വീണ്ടും ഒരു ഓണ ആശംസകൾ അഡ്വാൻസ് പറയുന്നു. അതെ, അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്ര വേള്. അതുപോലെ നമ്മുടെ ചാനൽ എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അതെ, ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നല്ലൊരു വീഡിയോക്ക് വരെ ബൈ. ബൈ.